നമസ്കാരം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഡിസംബർ മാസത്തിൽ വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് വിദഗ്ധമായ നിർദ്ദേശവും ഉപദേശവും സ്വീകരിച്ചുകൊണ്ട് പുതിയ പ്രചരണ രീതികളും ഒക്കെ അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ 6-7 മാസമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ ഇനിയും പുതിയ മേഖലകളെ പറ്റിയിട്ട് ചിന്തിക്കുവാനിട വരുമെങ്കിലും പുതിയ മേഖലയിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയും, അഥവാ പണം മുതൽ മുടക്കുന്നതിനനുസരിച്ചുള്ള ഒരു നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലവിലുള്ളത് വിപുലീകരിക്കാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കുവാൻ നിർബന്ധിതനാകും. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അബദ്ധങ്ങളോ അനിഷ്ടങ്ങളോ എല്ലാം തന്നെ ഒഴിഞ്ഞ് മാറി ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്ന് ചേരുവാനാണ് യോഗം കാണുന്നത്. പല പ്രകാരത്തിലും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുന്നതിന്റെ വെളിച്ചത്തിൽ വിദഗ്ധമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തും. എന്നാൽ ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള അപാകതകൾ പരിഹരിച്ചാൽ പോലും അതിനുള്ളൊരു അസുഖാവസ്ഥകളുടെ കാരണങ്ങളെ പോലും അതിജീവിക്കാൻ ഉപകരിക്കുവാൻ ഇടയുണ്ട്. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കാൻ സാധിക്കും. നിലവിലുള്ള ഗ്രഹത്തിന് പുറമെ ഒരു നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയോ ഗൃഹമോ വാങ്ങുവാൻ അവസരങ്ങൾ വന്നു ചേരും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുന്നത് വഴി സൽകീർത്തിക്ക് യോഗം കാണുന്നുണ്ട്. ഔദ്യോഗിക തലത്തിൽ സ്ഥാനക്കയറ്റത്തിനോ മറ്റൊരു വിഭാഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനോ സാധ്യത കാണുന്നു. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് സമ്മർദ്ദങ്ങളുണ്ട് എന്ന് സഹപ്രവർത്തകരൊക്കെ പറയുന്നതിനാൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുവാൻ പരസഹായം അല്ലെങ്കിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുവാനായിട്ട് അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ വിളിക്കുവാനും അവർക്ക് സംഭാഷണം നടത്തുവാനും ഉള്ള അവസരം വന്ന് ചേരുവാൻ ഇടയുണ്ട്. സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായുള്ള സഹായം നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പാരമ്പര്യ പ്രവൃത്തികളും പൗരാണികമായിട്ടുള്ള പ്രവൃത്തികളും അനുവർത്തിക്കുന്ന പലർക്കും അനുകൂലമായുള്ള അംഗീകാരം ലഭിക്കുവാനും പ്രചോദനം ലഭിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും ലളിതമായിട്ടുള്ള രീതിയിൽ അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും അനുകൂലമായിട്ടുള്ള അവസരങ്ങൾക്ക് വഴിയൊരുക്കും. ഊഹക്കച്ചവടത്തിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിന് യോഗം കാണുന്നുണ്ട്. ചിന്തിക്കുന്ന കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. നിഷ്ക്രിയരായ ജോലിക്കാരെ പിരിച്ചുവിട്ട് ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് വഴി പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട്. സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ, ഇന്റർവ്യൂ മുതലായവയിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. പൊതുവെ ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ പരിഗണിച്ചുകൊണ്ട് അത് ഗുണകരമായുള്ള സാഹചര്യങ്ങളാണ് വന്നു ചേരുവാൻ സാധ്യത കാണുന്നത്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കാണുന്നു. പുത്ര പൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. അന്യദേശത്തോ വികസിത രാഷ്ട്രത്തിലോ താമസിക്കുന്ന പുത്രപൗത്രാദികൾ വന്നു ചേരുന്നത് വഴി ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തു തീർക്കുവാൻ തീരുമാനിക്കുവാനും അത് പൂർത്തീകരിക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. ഏതൊരു കാര്യങ്ങൾക്കും പ്രാരംഭത്തിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമോ എന്ന ആശങ്ക ഉണ്ടാകും. പലപ്പോഴും ചിന്തിക്കുന്ന കാര്യങ്ങളും പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലും പൂർണ്ണതയോ അനുഭവക്കുറവുണ്ടോ എന്ന് മനസ്സിലാക്കുമെങ്കിൽ പോലും എല്ലാം ക്ഷമയോടുകൂടിയും ആത്മസംയമനത്തോടുകൂടിയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മിക്ക ദിവസങ്ങളിലും ഒരുപക്ഷെ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളോ ഗൃഹത്തിൽ ഇരുന്നും കൊണ്ട് പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഡിസംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക്
ഈ ഡിസംബർ മാസത്തിൽ വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും. തൊഴിൽപരമായിട്ടുള്ള മേഖലകളാണെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള മേഖലകളാണെങ്കിലും തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ തക്കവണ്ണം അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച പോലെ പരീക്ഷയിൽ എഴുതുവാൻ സാധിക്കും. കല, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് തൃപ്തികരമാകും വിധത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കും. വ്യാപാര, വിപണന, വിതരണ മേഖലയോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നവർക്ക് പ്രതീക്ഷിച്ചതിലുപരി എല്ലാം ഭംഗിയായിട്ട് ചെയ്തു തീർക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ ഈ പ്രവർത്തന ശൈലിയുടെ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തി മറ്റൊരു ഉന്നത സ്ഥാപനത്തിൽ പ്രവേശനം ലഭിക്കുവാനോ വികസിത രാഷ്ട്രത്തിലേക്ക് പ്രവർത്തന ശൈലി കണ്ടുകൊണ്ട് അവസരങ്ങൾ വന്നു ചേരുവാനും യോഗമുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിലവസരങ്ങൾ വന്നു ചേരും. വികസിത രാഷ്ട്രത്തിലേക്ക് സകുടുംബം സ്ഥിരതാമസമാക്കുവാനുള്ള അപേക്ഷകൾ നൽകിയവർക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. പുതിയ കൃഷിരീതികൾ ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് സുഹൃത്ത് സംഗമത്തിൽ പങ്കുചേരുവാനും അതിനോടൊപ്പം തന്നെ പണം മുതൽ മുടക്കിക്കൊണ്ട് ഹ്രസ്വകാല വിളകൾക്കും ദീർഘവിളകൾക്കും അനുസൃതമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾക്കനുസരിച്ച് പങ്കുചേരുവാനും കൂട്ടത്തിൽ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പൊതുപ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സർവാത്മന സഹകരിക്കുവാനിടവരും. പുരാണം, ഇതിഹാസം, ഭാരതീയ ശാസ്ത്രങ്ങൾ എന്നിവയുടെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട്, അതിന്റെ തത്വം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ തുറകളിലും മനസ്സമാധാനത്തോടു കൂടിയതായിട്ടുള്ള ജീവിതം നയിക്കാൻ അവസരം വന്നു ചേരും. ഉന്നതരുടെ ശുപാർശയിൽ തൃപ്തികരമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. മറ്റു ചിലർക്ക് ചില കരാർ ജോലികൾ അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് പ്രാണായാമം, വ്യായാമം, യോഗയൊക്കെ പരിശീലിക്കാൻ തീരുമാനിക്കും. സത്യാവസ്ഥ ബോധിപ്പിക്കുന്നത് വഴി ചില മേലധികാരികൾക്ക് ഉണ്ടാകുന്ന മിഥ്യാധാരണകളെല്ലാം ഒഴിവാകുവാൻ സാധ്യത കാണുന്നു. സാമ്പത്തിക ചെലവുകൾ നിയന്ത്രിക്കുന്നതിന് ഭാഗമായിട്ട് ഈ ഡിസംബർ മാസത്തിൽ കടം വാങ്ങേണ്ടി വരുമോ എന്ന ധാരണയെ പോലും അതിജീവിക്കാൻ ഉപകരിക്കുവാനിടയുണ്ട്. വിദേശത്തുള്ളവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കും. ബന്ധുമിത്രാദികളോടൊപ്പം അഥവാ സഹപ്രവർത്തകരോടൊപ്പം ചിലർക്ക് പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരുവാനും എല്ലാം മംഗളകരമാക്കി പര്യവസാനിപ്പിക്കാനും സാധിക്കും. വിശേഷ അവസരങ്ങളിലും വിരുന്ന് സൽക്കാരത്തിലും മംഗളവേളകളിലും പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. മാതാവിന്റെ അസുഖം നിമിത്തം ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ക്ഷമിക്കാനും സഹിക്കുവാനുമുള്ള കഴിവ് ആർജിക്കുന്നതും അവലംബിക്കുന്നതും സ്വയമേവ ശീലിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ ഇടയുണ്ട്. ആഗ്രഹസാഫല്യത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. തൊഴിൽ മേഖലകളോടൊപ്പം കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ പോലും വേണ്ട വിധത്തിൽ അനുവർത്തിക്കാൻ സാധ്യത കാണുന്നുണ്ട്. മേലധികാരികളുടെ ആജ്ഞകൾ വളരെ അതിന്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുകയും ഒരുപക്ഷെ മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ തന്നെ ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും അവസരം വന്നു ചേരും. അന്തിമ നിമിഷത്തിൽ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനിടവരും. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ പുതിയ തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഏറ്റെടുത്ത ദൗത്യം നിർവഹിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും മംഗളകരമാക്കി തീർക്കുന്നതിന്റെ വെളിച്ചത്തിൽ പുതിയ ചുമതലകളെ ഏറ്റെടുക്കുവാനുള്ളൊരു മാനസികമായിട്ട് ഊർജം ആർജിക്കുവാനും യോഗം കാണുന്നതുമുണ്ട്. ഇതാണ് ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഡിസംബർ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ.